അണ്ണാ അണ്ണാ അവിടെയൊന്നും ഇല്ല അണ്ണാ. അണ്ണാ അണ്ണാ വിഷമിക്കാതെ, അമ്മയ്ക്കും ഭാനുവിനും ഒന്നും വരൂല. ഭാനുവിനെ കാണാനായിട്ട് ഇന്ന് 2-ാം ദിവസം. ഇന്ന് രാവിലെ മുതലാണ് അമ്മയും കാണുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രമേശ. ഇന്ന് രാവിലെ അമ്മ വന്ന് എന്നോട് സ്നേഹത്തോട് സംസാരിച്ചിട്ട് പോയി ഇതിനായിരുന്നു രമേശ. അണ്ണ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരില്ലേ? അണ്ണൻ കരയാതെ നമുക്ക് അന്വേഷിക്കാം. നമ്മളിനി എവിടെ പോയി അന്വേഷിക്കാനാ? എനിക്കൊന്നും അറിയത്തില്ല. അണ്ണൻ നോക്കിയോ, ഒരു പോറല് വെക്കാതെ അമ്മയും ഭാനുവും തിരിച്ചു വരും. ദൈവം അവരെ നമുക്ക് തിരിച്ചു വരും. അണ്ണ വണ്ടി കയറി. അബി, ഭരത്തെ, എന്തായി? ആന്റിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല അബി, പല വഴിക്കും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഭരത്തെ, 2 പേരെ ഒരുമിച്ച് കാണാതായ സ്ഥിതിക്ക് ഇത് ട്രാപ്പ് ആവാനാ ചാൻസ്. അതെ അബി, എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാ. കേസ് കൊടുത്തോ ഭരത്തെ? ACP കേസ് എടുത്തിട്ടുണ്ട് അബി. മീഡിയ ഒന്നും അറിയിച്ചിട്ടില്ല. കേസ് ഫയൽ ചെയ്താലേ ഇതിന്റെ പുറകിൽ ആരായാലും തുടർ നടപടികൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അതെ ഭരത്തെ, കേസ് കൊടുത്ത് എന്തുകൊണ്ട് നന്നായി. ഭരത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. ആർക്കും ഒരു സമാധാനം ഇല്ല അബി, എല്ലാവരും ടെൻഷനില്ല. അത് പിന്നെ എനിക്കറിയില്ലേ ഭരത്തെ. വിഷമിക്കാതെ, ഒരാപത്തും നമുക്ക് ദൈവം വരുത്തില്ല. വീട്ടിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല അബി, അത്രമാത്രം മനസ്സ് മരവിച്ചിരിക്കുക. അങ്ങനൊന്നും ചിന്തിക്കലടാ. ഭരത്ത് വേണം എല്ലാവരെയും സമാധാനിപ്പിക്കാൻ. ഈ സമയത്ത് ഞാനും അവിടെ ഇല്ലാതായി പോയല്ലോ. അത് സാരമില്ല, അബിയുടെ ജോലി നടക്കട്ടെ. ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കേടാ. കേറ്. സൂര്യ, 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 ഒന്ന് വേഗം വാ, നമുക്ക് വീട്ടിലേക്കൊന്ന് പോവാം.